മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൗൺഷിപ്പ് വാസയോഗ്യമായി. ആദ്യഘട്ടത്തിൽ പട്ടയം കൈമാറിയ 178 വീടുകളിൽ കുടിവെള്ളവും വൈദ്യുതിയും ഉറപ്പുവരുത്തി. വരും ദിവസങ്ങളിൽ ഗുണഭോക്താക്കളുടെ സാന്നിധ്യത്തിൽ അന്തിമ പരിശോധന കൂടി പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറും. ശുദ്ധജല വിതരണത്തിനായി 4ാം സോണിലൊരുക്കിയ 9.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണി കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്തു. നിർമ്മാണം പൂർത്തിയായ വീടുകളിലെ കുടിവെള്ള ടാങ്കുകളിൽ കഴിഞ്ഞ ദിവസം വെള്ളം നിറച്ചു. വീടുകളിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചു. 315 കിലോ വാൾട്ടിന്റെ 2 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് 11 kV ലൈൻ ഭൂഗർഭ വിതരണ ശൃംഖലയിലേക്ക് എത്തിച്ച് വൈദ്യുതി ഉറപ്പുവരുത്തി. ഇതിനു പുറമെ ടൗൺഷിപ്പിൽ 110 കിലോ വാൾട്ട് സബ്സ്റ്റേഷന്റെ നിർമ്മാണവും തുടങ്ങി. KSEB വൈദ്യുതിക്ക് പുറമെ മുഴുവൻ വീടുകളിലും 2 കിലോ വാൾട്ടിന്റെ സോളാറുമുണ്ട്. ടൗൺഷിപ്പിൽ മലിനജല സംസ്കരണ സംവിധാനവും പുരോഗമിക്കുകയാണ്. ഇതിനുള്ള 10 ബയോ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ആദ്യഘട്ട വീടുകൾക്ക് ആവശ്യമായ 6 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. വീടുകളുടെ അവസാനഘട്ട ഗുണമേന്മ പരിശോധന അന്തിമഘട്ടത്തിലാണ്. നിലം ഒരുക്കുന്നത് മുതൽ ആരംഭിച്ച 58 ഗുണമേന്മ പരിശോധനയ്ക്ക് ശേഷമുള്ള 3 വിദഗ്ധ പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സർക്കാർ ഏജൻസിയായ കിഫ്കോണിന്റെ എഞ്ചിനീയർമാരുടെയും നേതൃത്വത്തിലാണ് അവസാനഘട്ട പരിശോധന. അടുത്ത ദിവസങ്ങളിൽ ഗുണഭോക്താക്കളെ വിളിച്ച് എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ ഒടുവിലത്തെ ഗുണമേന്മ പരിശോധന നടത്തും. ഇതിനുശേഷമായിരിക്കും വീടുകൾ കൈമാറുക. നിർമ്മാണം പൂർത്തിയായ വീടുകളിലെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടിനിർത്തിയുള്ള 2 തവണത്തെ പോണ്ടിംഗ് ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട്.